ഇപ്പോൾ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ അവരുടെ പവിത്രത തിരിച്ചു കിട്ടൂലല്ലോ. അപ്പോൾ ഇത് നിയമപ്രകാരം ഇപ്പോൾ അവർക്ക് എക്സ്യൂം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോഡി പുറത്തെടുത്ത് പരിശോധിക്കാനും ശാസ്ത്രീയ പരിശോധന നടത്തി കൃത്യമായി എന്താണ് മരണകാരണം എന്ന് കണ്ടുപിടിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ഞാൻ അതാണ് പറഞ്ഞത്. ഇനി ഇതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ ഈ അമ്പലത്തിനകത്ത് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ പോലും അവിടെ പുണ്യാഹം തെളിക്കുകയും അല്ലെങ്കിൽ ശുദ്ധികലശമൊക്കെ ചെയ്ത് അവർ അതിൻ്റെ സാങ്ക്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പവിത്രത തിരിച്ച് വീണ്ടെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാത്തിനും പരിഹാരവും ഉണ്ടെന്നാണല്ലോ ഈ വിശ്വാസികൾ തന്നെ പറയുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും ഭയപ്പെടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ശരിക്കും ഈ മനുഷ്യന് ഇതിപ്പോൾ സ്വാഭാവികമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്നുണ്ടെങ്കിൽ ഇവർക്കും ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇങ്ങനെ അവരുടെ നാട്ടിൽ കൂടി നിൽക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഒഴിവായി കിട്ടിക്കൂടെ? അവർക്ക് മനസമാധാനത്തോടെ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള എന്താ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോലി ഫെയ്ഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഉത്സാഹിക്കുന്നതിന് പകരം ചുമ്മാ സാങ്കേതികത പറഞ്ഞ് കോടതി പോകണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി നിങ്ങൾ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്.